നമുക്ക് ചിക്കൻ ഗ്രിൽ ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞേ ഞാനൊരു 3 ദിവസം ഓടിക്കണ വെളുത്തുള്ളി നമ്മളുടെ പ്ലാൻ ചേഞ്ച് ആയിട്ടുണ്ട്. ശവമാവോ എന്ന് ദൈവത്തിന് അറിയാം. നമ്മള് ഗ്രില്ലില് തുടങ്ങി ചിക്കൻ കറിയിൽ അവസാനിച്ചു. ഹലോ, ചിക്കൻ തന്നെയാണല്ലേ ഫസ്റ്റത്തെ ഷൂട്ട്. അപ്പോൾ ഇത് ഇന്ന് ഒരു ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇന്ന് ചിക്കൻ വെച്ചിട്ടൊരു സംഭവം ഉണ്ടാക്കാൻ പോവാം. ഏട്ടൻ പറഞ്ഞു നീ ചിക്കൻ കഴുകി തന്നാൽ മാത്രം മതി, ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ആ റിക്വസ്റ്റ് ഞാൻ മാനിച്ചിട്ട് ഞാൻ ചിക്കൻ കഴുകി സെറ്റാക്കിയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഇച്ചിരി ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാൻ വേണ്ടിയിട്ട് വറക്കുന്നുണ്ട് കേട്ടോ. നമ്മളെ ഉച്ചയ്ക്ക് എഴുന്നേറ്റിട്ടുണ്ടായിരുന്നേ. ഉച്ചയ്ക്കൊരു ഉപ്പുമാവ്, ഞാനിന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കുള്ള അളവായി പോയി. അതുകൊണ്ട് നമുക്ക് നല്ലപോലെ വിശക്കുണ്ടായിരുന്നു. പിന്നെ വേറൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഈ ഒരു സാധനം ഞാൻ ഇതുവരെ വീട്ടിൽ ഇങ്ങനെ വാങ്ങിച്ച് വെച്ചിട്ട് നമ്മൾ അങ്ങനെ ചെയ്യാറില്ല. ഇതിപ്പോൾ ആദ്യമായിട്ടാണ് എനിക്കെന്തോ കണ്ടപ്പോൾ ഒരു ആഗ്രഹം തോന്നിയിട്ട് നമ്മൾ വാങ്ങിച്ചു. അങ്ങനെ ഫ്രൈ ചെയ്യണത് ആരോഗ്യത്തിന് നല്ലതല്ല എന്നറിയാം. നമ്മൾ ഫസ്റ്റ് ടൈമാണ് ഇത് വാങ്ങിച്ച് വീട്ടിലിങ്ങനെ സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. പക്ഷെ അവിടെ ചെറിയ പാക്കറ്റൊന്നും ഇല്ലാത്തതുകൊണ്ട് 1 kg ആയി പോയി വാങ്ങിയത്. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചിക്കനൊക്കെ കഴുകിയിട്ട് നല്ലപോലെ വെള്ളം വാരാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഓഫിൻ്റെ ദിവസങ്ങളിൽ ചിക്കൻ വാങ്ങിക്കുമ്പോൾ എന്തായാലും ഏട്ടൻ കുക്ക് ചെയ്തോളും. പക്ഷെ ഞാനിപ്പം വല്ല ബീഫോ ഫിഷോ ഒക്കെ വാങ്ങിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഏട്ടന് വെക്കാൻ അറിയില്ല. ഞാൻ യൂട്യൂബ് നോക്കി ഉണ്ടാക്കാൻ പറഞ്ഞാലും ഏട്ടൻ ഉണ്ടാക്കില്ല. അപ്പോൾ എപ്പോഴും ചിക്കൻ മേടിക്കണം. പിന്നെ എല്ലാ ആഴ്ചയിലും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് ചിക്കൻ വാങ്ങിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ കുക്ക് ചെയ്താലും വേണ്ടില്ല എന്ന് വിചാരിച്ചിട്ട് ചില ആഴ്ചകളിൽ നമ്മൾ മേടിക്കാറില്ല. കാരണം ഏട്ടന് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ചിക്കൻ മാത്രമേ അറിയുള്ളൂ. അപ്പോൾ നമുക്ക് ചിക്കൻ ഗ്രിൽ ഉണ്ടാക്കാം. ഗ്രില്ലെന്നൊന്നുമില്ല കേട്ടോ, നമ്മൾ സാധാരണ നമ്മളുടെ മസാലകളൊക്കെ വെച്ചിട്ട് വെറുതെ ഒന്ന് ഇങ്ങനെ ഗ്രില്ല് ചെയ്തെടുക്കുന്നു, വറക്കുന്നില്ല എന്ന് മാത്രം, അത്രയേ ഉള്ളൂ. പിന്നെ ഒരു മയോണൈസ് ഉണ്ടാക്കും. പിന്നെ നമ്മൾ കൂട്ട കഴിക്കാൻ വേണ്ടിയിട്ട് മറ്റേ പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ട്. മറ്റേ ഹാഫ് കുക്ക്ഡ് അങ്ങനത്തെ ടൈപ്പ് പൊറോട്ട ഇല്ലേ, അത് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനല്ല, മിസ്റ്റർ ഷെഫാണ് ഇന്ന് കുക്ക് ചെയ്യുന്നത്. എപ്പോഴത്തെയും പോലെ തന്നെ ചെവിട്ടിൽ ഹെഡ്സെറ്റ് ഹെഡ്സെറ്റ് വെച്ചിട്ടാണ് കേട്ടോ ഷെഫ് കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഞാൻ എപ്പോഴും പറയാറില്ലേ, ഏട്ടൻ റെഗുലർ ആയിട്ടുള്ള ഒരു കുക്കിംഗ് റെസിപ്പിയോ ഒന്നും ഏട്ടനില്ല. ഏട്ടന് ഒരു ദിവസം എന്ത് ഇടാനാണ് തോന്നുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതായിരിക്കും ആ കറിയിലിടുന്നുണ്ടാവുക. ഇപ്പോൾ കുറേ വെളുത്തുള്ളിയൊക്കെ പൊളിക്കുന്നുണ്ട്. എന്തിനാണാവോ ഞാൻ ഒരാഴ്ച 2-3 ദിവസം കൊണ്ട് തീർക്കണത് പുള്ളി തീർക്കും. അത് ഞാൻ പിന്നെയും പറയണ്ടെന്ന് തോന്നുന്നു. ഞാൻ പറഞ്ഞേ ഞാനൊരു 3 ദിവസം ഓടിക്കണ വെളുത്തുള്ളി ഏട്ടൻ ഒരു ദിവസം കൊണ്ട് തീർക്കും. എടാ അത്രയും വെളുത്തുള്ളി വേണ്ടടാ. എൻ്റെ റിക്വസ്റ്റ് മാനിച്ച് ആ മൊത്തം വെളുത്തുള്ളി എടുത്തില്ല ഏട്ടാ, കുറച്ച് വെളുത്തുള്ളി എടുത്തിട്ടുള്ളൂ. പിന്നെ അതിലേക്ക് കുറച്ച് ഇഞ്ചി ഇടുന്നുണ്ട്. ഞാൻ ക്യാമറ ഓൺ ആക്കണ വരെ ഏട്ടൻ അത് പിടിച്ച് വെയിറ്റ് ചെയ്ത് നിന്നത് കൊണ്ടാണ് ഒരു പോസ് വന്നത് അവിടെ. നല്ല ജീരകം അല്ല, പെരിഞ്ജീരകമാണെന്ന് തോന്നുന്നു. ദൈവത്തിന് അറിയാം എന്തൊട്ടൊക്കെ ഇടണേന്ന്. ഒന്നുമില്ല, നമുക്ക് കൈ കിട്ടണ എന്ത് സാധനങ്ങളും ഇടാതെ. നമ്മുടെ മുഴുവൻ മസാലയുടെ കിറ്റില്ലേ, അതിലുള്ള ബേ ലീവ്സ്, പെരിഞ്ജീരകവും നല്ല ജീരകവും എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. ഉപ്പ്, മഞ്ഞപ്പൊടി, മഞ്ഞൾപ്പൊടി, ഇനി മുളക് പൊടി. പറയാൻ പറ്റൂലടാ, ഇങ്ങനെ ചെയ്യുമ്പോഴേക്കായിരിക്കും പുതിയ പരീക്ഷണങ്ങളൊക്കെ വന്ന് പുതിയ ഐറ്റം വരണേ. ആ നിന്റെ പരീക്ഷണം ഇപ്പൊ എന്താണ്? എടാ അതിന്റെ പേര് ഞാൻ മറന്നുപോയി. ഒറിഗാനോ അല്ലല്ലോ, എന്താടാ അത്? ഞാൻ മറന്നുപോയി. മറ്റേ നോർത്ത് ഇന്ത്യൻസ് എപ്പോഴും ഇടുന്ന സാധനം ഇല്ലേ, പേര് മറന്നുപോയി ഞാൻ. അതിൻ്റെ ആ ഇലയുടെ പനീറിലൊക്കെ ഇടാറുണ്ട് ഞാൻ. നിങ്ങൾക്ക് മനസ്സിലായെന്ന് അറിയില്ല, അതിൽ എല്ലാ മസാലകളും, മുഴുവൻ മസാലകളും, പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇത്രയും സാധനങ്ങളാണ് അതിലേക്ക് ഇട്ടേക്കണം. ഇനി അങ്ങ് നമുക്ക് അരയ്ക്കാം. നമ്മൾ ചിക്കൻ ജസ്റ്റ് ഒന്ന് വരഞ്ഞിടണതാണ് കേട്ടോ.
കുഞ്ഞു പീസാക്കിയ നമ്മള് ബിരിയാണി കട്ട് എന്ന് പറഞ്ഞിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. എനിക്ക് തോന്നി മറ്റേ കഴുത്തിന്റെ പീസൊക്കെ ചെറിയതാക്കി അങ്ങനെ ചെയ്തിട്ടുണ്ടായിരുന്നെ. ഇച്ചിരിയും കൂടെ പിടിച്ചോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മള് ഒന്നും കൂടി ഇതാക്കണത്. അപ്പൊ കഴുത്തിന്റെ ഭാഗം പിന്നെ കുറച്ചും കൂടെ എല്ലൊക്കെ ഉള്ള ഭാഗമൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനി കറി വെക്കാന്ന് വിചാരിച്ചിട്ട്. മാംസത്തിന്റെ കഷ്ണങ്ങൾ കൂടിയിട്ടുള്ള അപ്പൊ ഗ്രില്ല് ചെയ്യാന്ന് വെച്ച് എടുത്തിരിക്കണം. മറന്നുപോയിട്ടുണ്ട് ബിരിയാണി കെട്ടുന്ന നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ ചേട്ടൻ മറന്നുപോയിട്ടുണ്ടാവും. പിന്നെ നമ്മളിതേ മസാല പുരട്ടി വെക്കാട്ടോ. ഈ ഒരു സമയം വരെയും ഗ്രില്ല് ചെയ്യാം എന്നാണ് ഞാൻ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഒരു ദുർബല നിമിഷത്തിൽ വേറെ പ്ലാൻസൊക്കെ മനസ്സിലോട്ട് വന്നു. അതെന്തായാലും അത് ഞാൻ പറയണില്ല, നിങ്ങൾ വീഡിയോ ഫുൾ കാണുക. അതെങ്ങനെയാണെന്നുള്ളത് ലാസ്റ്റ് നമുക്ക് കണ്ടാൽ മനസ്സിലാവും. ഞങ്ങൾ ഇതുപോലെ നാട്ടി വെച്ചിട്ട് നമ്മൾ ഗ്രില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ വലിയ പീസാക്കിയിട്ടല്ലേ വെച്ചത്. അപ്പൊ അത് കുറേ ചിക്കൻ മേടിച്ചു. ഏട്ടന്റെ ഫ്രണ്ടിന്റെ കല്യാണം കഴിഞ്ഞിട്ട് നമ്മൾ വിരുന്ന് പോലെ വിളിക്കൂലേ, അങ്ങനെ ചെയ്തതാ. കുറേ ചിക്കനും മേടിച്ചു. നമ്മൾ മസാല ഇതാക്കി കഴിഞ്ഞപ്പോ അരയാത്തോണ്ട് നമ്മൾ വെള്ളം ഒഴിച്ചപ്പോ വെള്ളം കൂടിപ്പോയി. അതുകൊണ്ട് മസാല ഒന്നും മര്യാദയ്ക്ക് അതിൽ പിടിച്ചില്ല. കുറേ ദിവസം എടുത്തു ആ ചിക്കൻ ഞങ്ങൾ തന്നെ ഇത് തിന്നീർക്കാൻ വേണ്ടിയിട്ട്. അത്രയും വന്നു ബാക്കി. കുറേ ചിക്കൻ മേടിച്ചു. അപ്പൊ ഇതെന്തായാലും മസാല ഇത് നല്ലപോലെ കറക്റ്റായിട്ട് സംഭവം വന്നിട്ടുണ്ട്. കുറച്ചു നേരം കഴിഞ്ഞിട്ട് നമുക്ക് ഗ്രില്ല് ചെയ്യാം. ഗ്രില്ല് ചെയ്ത് തുടങ്ങുമ്പോഴേ ഞാൻ മയോണൈസ് ഉണ്ടാക്കണുള്ളൂ. മയോണൈസ് പെട്ടെന്നാവൂലോ. നമ്മളുടെ പ്ലാൻ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഗ്രില്ല് ചെയ്യാന്നല്ലേ വിചാരിച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പൊ നമ്മൾ ഉണ്ടാക്കാൻ പോവാണ് ഷവായി. ശവമാവോ എന്ന് ദൈവത്തിനറിയാം. കുക്കറിൽ വിസിലടുപ്പിക്കാം. 2 വിസിലടുപ്പിച്ച ഷവായി റെഡി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കാം നമുക്ക് എന്തായാലും. മറ്റേ പവനായി ശവമായി എന്നൊക്കെ പറയണ പോലെ ആവും എന്തോ. ഇനി എന്താ ചെയ്യാൻ പോണേ നീ? അപ്പൊ നമ്മള് കുക്കറിലോട്ട് ഇട്ടിട്ടുണ്ട്. 2 വിസിലില് ഷവായി റെഡി. ഒരുപാട് വേണ്ടട്ടാ. പിന്നെ ചിലപ്പോ വെള്ളം കൂടിപ്പോവും. ചിക്കനിൽ ഓൾറെഡി വെള്ളം ഉണ്ട്, അത് ഇറങ്ങുമായിരിക്കും. 2 വിസില് ആയി. നമുക്കൊരു കാര്യം ചെയ്യാം. ആദ്യത്തെ വിസില് ഫുള്ളിലിട്ടിട്ട് പിന്നെ സിമ്മിലിടാം. അത് മതി, അല്ലെങ്കിൽ ചിലപ്പോ വേവൂല. കുഞ്ഞു കുക്കറല്ലേ, എനിക്കറിയില്ല. നമുക്ക് നോക്കാം. ഇച്ചിരി വേവ് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഒരു ഇച്ചിരി വെള്ളം കഴുകി നമ്മൾ അതിലോട്ട് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ജാറിലെ മസാലകൾ കംപ്ലീറ്റ് അതിലോട്ട് ആവാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം ഇതാക്കിയിട്ട് നമ്മളവിടെ 2 വിസിൽ കേൾപ്പിക്കാൻ പോവാം. 2 വിസിൽ കേൾപ്പിച്ചു കേട്ടോ. നമ്മളുടെ കുക്കറിന്റെ പ്രശ്നമാണെന്ന് അറിയില്ല. നീ ഓയിൽ ഒഴിച്ചോ? ഓൾറെഡി വെള്ളം ഇതാക്കാല്ലേ. വെള്ളം പോയിട്ട് വേണ്ട ഓയിൽ ഒഴിക്കാൻ. നല്ലപോലെ വെന്ത് കുറച്ചും കൂടെ വേവ് കൂടിപ്പോയി. കുഴപ്പമില്ല, വേഗം തിന്നാം. ഒരുപാട് ചവക്കണ്ട. കുറച്ചൊരു കഴിഞ്ഞിട്ട് ചിക്കൻ മാത്രം ഇട്ടിട്ട് പിന്നെ വെള്ളം ഒഴിച്ചാൽ മതി. ഇവിടെ വിടല്ല, ഓൾറെഡി ചെറുക്കും. അതൊന്നൊരു കഴിയുമ്പോൾ മാറിക്കോളും. വെള്ളം ഒഴിച്ചു തരുന്ന വിശ്വാസമില്ല. ഇല്ലേ? ഞാൻ അതിൻ്റെ ആ വെള്ളം കുടിച്ചു നോക്കിയതായിട്ടോ. സൂപ്പ് പോലെ കുടിക്കാൻ പറ്റുമോ അറിയാൻ. പക്ഷെ വലിയ ടേസ്റ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. എന്താണാവോ ഈ തവണ അങ്ങോട്ട് ഒത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ ശവമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ ടേസ്റ്റ് കൂട്ടാന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ കെട്ടിയോൻ ഒരു സോസ് ഉണ്ടാക്കാൻ വേണ്ടി പോവാ. കുറച്ച് സവാള കൊത്തിയിരുന്ന് ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നോക്കട്ടെ. ഷവായി ആയിട്ട് യാതൊരുവിധ ബന്ധങ്ങളും ഇല്ലാത്ത അല്ലേ പുതിയ വേർഷൻ ഓഫ് ഷവായി. സവാളയൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ലാസ്റ്റ് ഇവ പറഞ്ഞ പോലെ പൊറോട്ടയും ചിക്കൻ കറിയും. എന്തായാലേ നമ്മള് ഗ്രില്ലില് തുടങ്ങി ചിക്കൻ കറിയിൽ അവസാനിച്ചു. മയോണൈസ് അതിൻ്റെ ഇടയ്ക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതിപ്പോ എത്ര വലിയ കടിയൊന്നുമില്ലല്ലോ. എല്ലാവരും സിമ്പിളായിട്ട് വീട്ടിലുണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പൊ അത് 2 മുട്ട വെച്ചിട്ട് ഞാൻ മയോണൈസ് ഉണ്ടാക്കി ഓൾറെഡി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ 2 മുട്ടയൊക്കെ എടുക്കുന്ന സമയത്ത് ഉണ്ണിയൊന്നും ഞാൻ കളയാറില്ല. 2 മുട്ടയുടെ ഉണ്ണിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ അരയ്ക്കാറുള്ളത്.
അപ്പോൾ കളറിൽ ജസ്റ്റ് ഒരു വ്യത്യാസം ഉണ്ടാവുന്നത് മാത്രമേ ഉള്ളൂ, അല്ലാതെ ടേസ്റ്റിലൊന്നും എനിക്ക് ഇന്നേ വരെ വ്യത്യാസം തോന്നിയിട്ടില്ല. കുറേ ആൾക്കാർ പറയണത് കേൾക്കാം മുട്ടയുടെ ഉണ്ണി ഫുൾ കുറേ എടുക്കുമ്പോൾ നമുക്ക് ടേസ്റ്റ് വ്യത്യാസം തോന്നുന്നു. ഞാൻ 2 രീതിയിൽ ഉണ്ടാക്കി നോക്കിയിട്ടുണ്ട്. കളറിൽ മാത്രം ഒരു വ്യത്യാസം ഉണ്ടാവും. ഉണ്ണി നമ്മൾ 2 ഇടുമ്പം വെള്ളയ്ക്ക് പകരം ഒരു ലൈറ്റ് യെല്ലോ ഷെയ്ഡായിരിക്കും. പക്ഷേ ടേസ്റ്റിനൊന്നും വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയിട്ടില്ല കേട്ടോ. കാരണം ആ ഒരു ഉണ്ണി മാറ്റി വെച്ചാലേ അത് വേസ്റ്റായി പോവും, അതുകൊണ്ടാണ്. ഏട്ടൻ എന്നിട്ടേ ആ സവാളയൊക്കെ ജസ്റ്റ് ഒന്ന് വാടിക്കഴിഞ്ഞപ്പം നമ്മളുടെ ചിക്കൻ വെള്ളമൊന്നും ഒഴിച്ചിട്ടുണ്ടായിരുന്നില്ല, പക്ഷെ നല്ലപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ ഒറിജിനലായിട്ട് ഷവായി ഉണ്ടാക്കുമ്പം ഒരു ഫുൾ ചിക്കനല്ലേ കുക്കറിലോട്ടേക്ക് ആക്കണേ, അതിനാണ് അവർ 2 വിസിൽ പറയണേ. നമ്മളത് ചെറിയ പീസ് ആക്കിയിട്ടും 2 വിസിൽ കേൾപ്പിച്ചുകൊണ്ടാണ് വേവ് കൂടിപ്പോയത് കേട്ടോ. അടുത്ത പരീക്ഷണാർത്ഥം നമ്മൾ വേറൊരു സാധനം കൂടെ അതിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പോവാണ്. ഞാൻ പറയാറില്ലേ ഇപ്പോൾ ആ സാധനം വാങ്ങിച്ചുകൊണ്ട് എല്ലാ കറിയിലും ഞാൻ അറഞ്ചോ മുറഞ്ചോ ആഡ് ചെയ്യാണെന്ന്. വേറൊന്നുമല്ല, അതെടുക്കടാ കുക്കിംഗ് ക്രീം. ഇതും കൂടെ ആയി കഴിയുമ്പോൾ ചിലപ്പോൾ ഇത് ഒരു പുതിയ വിഭവമായിരിക്കും, നിങ്ങൾ ആരും ഇതുവരെ ട്രൈ ചെയ്യാത്ത. ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഞാൻ പറയാം കേട്ടോ, റെസിപ്പി അടക്കം ഞാൻ പറഞ്ഞുതരാം, ട്രൈ ചെയ്ത് നോക്കും. അങ്ങനെ ഇതിൻ്റെ ആയിട്ട് ഇനി കുറവൊന്നും വേണ്ടാന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ കുറച്ച് കുക്കിംഗ് ക്രീമും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. നാട്ടിലെങ്ങാനും ആയിരുന്നെങ്കിൽ വല്ല കോഴിക്കിട്ട് കൊടുക്കാമായിരുന്നു. ഇവിടെയാണെങ്കിൽ വെറുതെ ഡസ്റ്റ്ബിന്നിൽ കൊണ്ടുപോയി കാട്ടിക്കളയേണ്ടി വരും. എന്തായാലും എന്തൊക്കെ വന്നാലും ഞങ്ങൾ തളരൂല രാമൻകുട്ടി. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ ഇതുപോലെ എന്തെങ്കിലുമൊക്കെ അങ്ങ് പരീക്ഷിക്കും. പിന്നെ പുഴുങ്ങി വെച്ച ചിക്കനിലോട്ടേക്ക് നമ്മൾ ആ സോസ് ഒഴിക്കുന്നു. കാണാനൊക്കെ നല്ല ഗുമ്മുണ്ടല്ലേ. ടെസ്റ്റ് ചെയ്ത് നോക്കി അരമണിക്കൂറിന് ശേഷം ഞാൻ കഴിക്കാം എന്നുള്ള ആ ഒരു ഇതിൽ ഏട്ടൻ തന്നെ ഫസ്റ്റ് ടെസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ആ മുഖം ചളിക്കണ കണ്ടാൽ തന്നെ അറിയാം. സത്യമായിട്ട് ഈ തവണ ഒത്തില്ല, ഒരു ടേസ്റ്റും ഉണ്ടായിരുന്നില്ല, ഒട്ടും ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയൊക്കെയോ നമ്മളത് ഫിനിഷ് ചെയ്തിട്ടില്ല, ബാക്കി കുറച്ചും കൂടെ ഫ്രിഡ്ജിൽ ഇരിക്കുന്നുണ്ട്. അതെന്തെങ്കിലുമൊക്കെ കാണിച്ച് എങ്ങനെയെങ്കിലുമൊക്കെ കാണിച്ച് വായുടെ അകത്തോട്ടേക്ക് ആക്കണം. ഈ ഒരു പൊറോട്ട അടിപൊളിയായിരുന്നു. അപ്പോൾ എന്തായാലും ശരി, കുറച്ചെങ്കിലുമൊക്കെ മിണുങ്ങട്ടെ, വിശപ്പ് മുഖ്യം ബിഗിൽ.